പൊതുവെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന മണ്ഡലമാണ് ചേർത്തല നിയമസഭാ മണ്ഡലം. എന്നാൽ കെ ആന്റണിയെയും വയലാർ രവിയെയും പോലെയുള്ള കോൺഗ്രസിന്റെ അധികായരെ വിജയിപ്പിച്ച ചരിത്രവും കരപ്പുറത്തിന്റെ മണ്ണിനുണ്ട്. ചേർത്തല മുനിസിപ്പാലിറ്റി കൂടാതെ ചേർത്തല തെക്ക്, കടക്കരപ്പള്ളി, കഞ്ഞിക്കുഴി, മുഹമ്മ, പട്ടണക്കാട്, തണ്ണീർമുക്കം, വയലാർ എന്നീ പഞ്ചായത്തുകളും ചേരുന്നതാണ് ചേർത്തല നിയമസഭാ മണ്ഡലം. 2006 പി തിലോത്തമനിലൂടെ CPI വിജയിച്ചു കയറിയ മണ്ഡലത്തെ ഇന്നും അവർ ഉറച്ച കോട്ടയായി നിലനിർത്തുന്നു. കഴിഞ്ഞ 2 തവണയും പാർട്ടിയുടെ യുവമുഖമായ അഡ്വക്കേറ്റ് എസ് ശരത്തിനെ പരീക്ഷിച്ച കോൺഗ്രസ് ഇത്തവണ KR രാജേന്ദ്രപ്രസാദിനെയാണ് കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇടതുകോട്ടയായ വയലാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വിജയിച്ചു കയറിയ ചരിത്രത്തിന്റെ പിൻബലത്തിലാണ് രാജേന്ദ്രപ്രസാദ് മത്സര രംഗത്തേക്ക് എത്തുന്നത്. NDA മുന്നണിയിൽ BDJSനാണ് ചേർത്തല സീറ്റ് വിട്ടു നൽകിയിരിക്കുന്നത്. കുത്തിയതോട് സ്വദേശിയായ യുവ അഭിഭാഷകൻ അഡ്വക്കേറ്റ് TP അനന്തരാജിനെയാണ് BDJS ഇത്തവണ ചേർത്തലയിലെ പോരിനായി ഇറക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ഇടത് വലത് മുന്നണികളുടെ ഭരണ പരാജയങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് അനന്തരാജ് വോട്ടർമാരെ സമീപിക്കുന്നത്. യുവമുഖമെന്ന പരിഗണന വോട്ടായി മാറുമെന്നും മാറ്റം ആഗ്രഹിക്കുന്ന ജനത ഇത്തവണ NDAക്ക് ഒരവസരം നൽകുമെന്നുമാണ് സ്ഥാനാർത്ഥിയുടെയും മുന്നണിയുടെയും പ്രതീക്ഷ. നൂറിനാട് നിന്നും കരപ്പുറത്തിന്റെ മണ്ണിലേക്കെത്തി വിജയിച്ചു കയറിയ CPIയുടെ ജനകീയ മുഖവും LDF മന്ത്രിസഭയിലെ കൃഷിവകുപ്പ് മന്ത്രിയുമായിരുന്ന P പ്രസാദിനെ തന്നെയാണ് CPI ഇത്തവണയും തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. മന്ത്രി എന്നതിലുപരി ചേർത്തലയുടെ ജനങ്ങൾക്കിടയിൽ P പ്രസാദിനുള്ള സ്വാധീനവും ജനകീയതയുമാണ് വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് അവസരം നൽകാൻ പാർട്ടിയെ നിർബന്ധിതരാക്കിയത്. തന്റെ 2ാം ഊഴത്തിൽ വിജയം ഉറപ്പാണെന്നും മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥിയും. KMCന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടി ഇന്നുള്ളത് ചേർത്തലയിലെ UDF സ്ഥാനാർത്ഥിയായ KR രാജേന്ദ്രപ്രസാദിനൊപ്പമാണ്. അറിയാം നമുക്ക് സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങൾ. ഇവിടെ 1,00,000 വീട് ഉണ്ട്. അവിടെ 10-40 വീടുകളുണ്ട്. അവിടെ ഇറങ്ങി അതുകൂടാണ്ട് ഇപ്പോൾ ബാക്കി സ്ഥലങ്ങളിലേക്ക് എല്ലാം പോവുകയാണ് ഞങ്ങൾ. അവധി ദിവസമായതുകൊണ്ട് എല്ലാവരും മിക്കവാറും പേര് വീട്ടിലുണ്ടാവും. പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ദേവാലയങ്ങളിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. ഈ നിയോജകമണ്ഡലത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒന്ന് ഓടി ഒരു ഓട്ടപ്രദർശനം പോലെ ചെലവ്. അതെ. അപ്പം പ്രചാരണം ഏതാണ്ട് അവസാന ലാപ്പിലേക്ക് എടുക്കുകയാണ്. എങ്ങനെയുണ്ട്? വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ സ്ഥലത്തും വളരെ ആവേശം. ആൾക്കാർ എന്തായാലും ഒരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ചേർത്തല ഇത്തവണ UDF നല്ലൊരു വിജയം കൈവരിക്കും. വീട് കയറിക്കൊണ്ടുള്ള അവസാനഘട്ട പ്രചരണത്തിലാണിപ്പോൾ അല്ലേ? അതെ. പ്രചരണത്തിൽ വീട് കയറുമ്പോൾ പല മേഖലകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, തൊഴിൽ മേഖലകളിലടക്കമുള്ള വീട് കയറാൻ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും അവർ പറയുന്നുണ്ട്. അവർക്ക് പ്രധാനപ്പെട്ടത് ഈ കയർ വ്യവസായത്തിൻ്റെ കാര്യമാണ്. അവർ ചെയ്തുകൊണ്ടിരുന്ന കയർ തൊഴിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഒരു മാർഗ്ഗവും ഇല്ല. ആവശ്യത്തിന് ചെയ്ത് കിട്ടാനില്ല. ഉൽപ്പാദിപ്പിച്ച കയറാണെങ്കിൽ എടുക്കാൻ ആളില്ല. അവർ കോർപ്പറേഷൻ ആണെങ്കിൽ പണം കൊടുക്കുന്നില്ല. കയർ ഫെഡും അങ്ങനെ തന്നെ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളിലാണ് ജനങ്ങളെല്ലാം. റോഡുകളടക്കം പലതും മോശാവസ്ഥയിലും ഉണ്ടല്ലേ? നമ്മളിപ്പം പ്രചരണ രംഗത്തേക്ക് കൂടുതൽ ഇറങ്ങുമ്പോൾ അകത്തേക്ക് ഉൾമേഖലകളിൽ റോഡുകളടക്കം മോശാവസ്ഥയിലും കിടക്കുന്നുണ്ടല്ലേ? ഉൾമേഖലയിലുള്ള എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ആരും നോക്കാനൊന്നുമില്ല. ആപ്പാട് ഏതെങ്കിലും നാഷണൽ ഹൈവേയോ മറ്റു റോഡുകൾ മാത്രമേ പ്രയോജനപ്രദമായിട്ടുള്ളൂ. ഈ വയലാർ സാർ ഉണ്ടായിരുന്ന സമയത്ത്, അദ്ദേഹം MP ആയിരുന്ന സമയത്ത് കൊടുത്ത റോഡുകൾ മാത്രമാണ് ഇപ്പോഴും കുറേയെങ്കിലും നിലനിൽക്കുന്നത്. ഇതൊക്കെ ആ ഫണ്ടിൽപ്പെട്ട് ഞങ്ങൾ കൊടുത്തതാണ്. അതിനുശേഷം ഒരു മെയിൻ്റനൻസ് പോലും ചെയ്തിട്ടില്ല. KR എന്ന് പറയുമ്പോൾ ഔദ്യോഗിക പദവിയിൽ KR എന്ന് പറയുമ്പോൾ നാട്ടുകാർക്കിടയിൽ അപ്പച്ചൻ ചേട്ടനാണല്ലേ? അതിൻ്റെ ഒരു ഫീൽ എങ്ങനെയാണ് ഇറങ്ങുമ്പോഴത്തേക്കും? എല്ലാ വീടുകളിലും നാട്ടുപുറത്തെല്ലാം എന്നെ അങ്ങനെയാണ് അറിയുന്നത്. ആ സ്നേഹത്തോടുള്ള ഒരു അതെ സ്നേഹത്തോടുള്ളവരുടെ വിളിയാണത്. അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിൻപുറത്ത് കഴിഞ്ഞിരുന്നത്. ആ നാടിൻ്റെ സ്നേഹമെല്ലാം വലിയ വിജയത്തിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല. പൂർണ്ണമായിട്ട് വിജയിക്കും. പ്രവർത്തകരെല്ലാം നല്ല ആവേശത്തിലാണ് ഞങ്ങൾ എല്ലാവരും. വലിയ വിജയം. ഞങ്ങളുടെ നേതാവ് നല്ല വൻ വിജയത്തിൽ നമ്മൾ തിരിച്ചുപിടിക്കും. ചേർത്തല മണ്ഡലം UDF തിരിച്ചുപിടിക്കും. അവസാന
അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി 2 ദിവസങ്ങൾ മാത്രമല്ല. എത്രത്തോളം ഉണ്ട് ഇപ്പോഴത്തെ ഒരു ആവേശം, തിരഞ്ഞെടുപ്പ് ആവേശം? എല്ലാ ജനങ്ങളുടെയും പ്രതികരണം വളരെ നല്ലതാണ്. നമുക്ക് വളരെ നല്ലൊരു ഉന്മേഷം തരുന്ന പ്രതികരണമാണ് എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള 2 ദിവസവും പരമാവധി ആൾക്കാരെ നേരിട്ട് കാണാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ ആദ്യാവസാനം രാവിലെ മുതൽ രാത്രി വൈകി വരെ പരമാവധി ആൾക്കാരെ നേരിട്ട് കാണാനുള്ള ഒരു കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വികസനമാണ് മെയിനായിട്ടും പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത് അല്ലേ? അതെ അതെ, കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ വാഗ്ദാനവും. അതുമാത്രമല്ല, നമ്മുടെ നാടിൽ നിന്ന് നേരിടുന്ന എല്ലാത്തരം പിന്നോക്കാവസ്ഥയും കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ചർച്ച ചെയ്യണം. ആൾക്കാർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. നമ്മുടെ ഇവിടുത്തെ വികസന, അതായത് വ്യാവസായികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, ഇവിടുത്തെ തൊഴിലില്ലായ്മ, കാർഷിക മേഖലയിലെ പിന്നോക്കാവസ്ഥ, ഇവിടെ ഒരു കൃഷിമന്ത്രി ഭരിക്കുന്ന മണ്ഡലമായിട്ട് കൂടി 5000 ഹെക്ടറിലധികം കൃഷിഭൂമികൾ, കരിനിലങ്ങൾ വെറുതെ കിടക്കുകയല്ലേ. ഇതെല്ലാം ഇവിടെ ചർച്ചയാവുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ പൊതുവിടങ്ങൾ, പ്രത്യേകിച്ച് ചേർത്തല ടൗണിലെ ബസ് സ്റ്റാൻഡിൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ടോയ്ലറ്റ് ഇല്ല. നല്ലതെന്നല്ല, ടോയ്ലറ്റ് പോലും ഇല്ല, അത് അടഞ്ഞു കിടക്കുകയല്ലേ. അപ്പോൾ സാധാരണ ജനങ്ങളുടെ അന്തസ്സിനെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു ഭരണാധികാരികളാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനൊരു അവസ്ഥ വരില്ലല്ലോ. പ്രാഥമികമായ കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം പോലും ഒരുക്കാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് പുല്ലുവിലയല്ലേ ഇവരൊക്കെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം തീർച്ചയായിട്ടും ഒരു മാറ്റം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. യുവത്വത്തിൻ്റെ ഒരു പ്രതീകമെന്ന നിലയിൽ യുവാക്കൾക്ക് എന്ത് ഒരു സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുന്നത്? യുവാക്കൾക്ക് തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന പുതിയ അവരുടെ സംരംഭങ്ങൾ തുടങ്ങാനുള്ള പദ്ധതികൾ അവരിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥിരം സംവിധാനം നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് സംവിധാനത്തിൽ തന്നെ ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണാധികാരികൾക്കുണ്ട്. പലർക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ കൂടുതൽ ഊന്നി പറയുന്നത്. അവർക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസം നല്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇതൊന്നും സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ, അവരെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ, അവരെ ബോധവാന്മാരാക്കുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനം ശരിക്കും നിലവിലില്ല. അതിൻ്റെ പിന്നോക്കാവസ്ഥ നമ്മുടെ നാട്ടിൽ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അവർക്ക് നല്ല തൊഴിൽ തുടങ്ങാനുള്ള സംരംഭങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. അതിലൂടെ ഒരു സ്വയം പര്യാപ്തമായ ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചേർത്തലയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവും എന്നാണോ? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകണം. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ യുവാക്കളെല്ലാവരും പുറത്തേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അവരെ നാട്ടിൽ തന്നെ അവരാഗ്രഹിക്കുന്ന ഒരു ജീവിതം സാധ്യമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും മുന്തിയ പരിഗണനാ വിഷയം അതുതന്നെയാണ്. 100% വിജയമാണോ? 100% വിജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും എല്ലാതരം ആൾക്കാരും നമുക്ക് നല്ലൊരു പിന്തുണ നൽകുന്നുണ്ട്. നിലവിലത്തെ സംവിധാനത്തോട് വളരെ മടുപ്പാണ് എല്ലാവർക്കും ഉള്ളത്. അതിനൊരു ബദലെന്ന രീതിയിൽ ഇവിടെ NDA തീർച്ചയായിട്ടും അധികാരത്തിൽ വരും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രചരണ പ്രവർത്തനം അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. മുന്നണിക്ക് അടക്കം, സംസ്ഥാനത്തടക്കം എങ്ങനെയാണ് ഒരു ഫീലുള്ളത്? സംസ്ഥാനത്ത് നല്ല വിജയപ്രതീക്ഷയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. പ്രചണ്ഡമായ പ്രചരണങ്ങളുടെ കോലാഹലങ്ങളാണ് ഞങ്ങൾക്കെതിരായിട്ട് അഴിച്ചുവിട്ടിരുന്നത്. UDFും NDAയും മത്സരിക്കുന്നത് LDFിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. ഈ 2 കൂട്ടരുടെയും സാമ്പത്തിക സ്ഥിതി നോക്കുക. നിങ്ങൾക്ക് ഓരോ പ്രചരണത്തിലും അത് കാണാൻ കഴിയും. ഈ 2 കൂട്ടരും ആരെയാണ് ആക്രമിക്കുന്നത്? കേരളത്തിൽ 10 കൊല്ലമായി അധികാരത്തിരിക്കുന്ന മുന്നണി മാറണം, ഈ ഭരണം മാറണം. UDFും NDAയും ആവർത്തിച്ച് ഓരോ ഇടങ്ങളിലും നിന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ 2 കൂട്ടരുടെയും പൊതു ശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷത്തിൻ്റെ സർക്കാരാണ്. ഈ സർക്കാരാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഇത്രയും പെൻഷൻ കൊടുക്കുന്നത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും അങ്ങനൊരു പദ്ധതി ഉണ്ടോ? ഇത്രയും തുക എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടോ? സ്ത്രീ സുരക്ഷ, ഇത്രയൊരു പരിപാടി വേറെ എവിടെയാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക? ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കും. ഇപ്പം നെല്ലിന് തന്നെ ഏറ്റവും കൂടിയ വില കൊടുക്കുന്നത് ഈ കേരളമാണ്. നമ്മൾ കൊടുക്കുന്ന കൂടിയ തുക കുറയ്ക്കണമെന്ന് കത്ത് മൂലം നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടൊരു കേന്ദ്ര ഗവൺമെൻറ്റാണ് ഡൽഹിയിലുള്ളത്. ഇപ്പോൾ കർഷകരെ ആരാണ് ചേർത്തത്? ഇന്ന് 1 രൂപയുടെ കുടിശ്ശിക കർഷകർക്കില്ല. കൃഷിയുമായി ബന്ധപ്പെട്ട്, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് 1 രൂപയുടെ കുടിശ്ശിക കർഷകർക്കില്ല എന്നുള്ളത് ചരിത്രത്തിലെ ആദ്യത്തെ അനുഭവമാണ്, ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഇതൊക്കെ കേരളത്തിലെ LDF ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങും. UDFും BJPയും എന്തെല്ലാം അപവാദ പ്രചരണങ്ങളുമായി രംഗത്തിറങ്ങിയാലും അനുഭവങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടൊരു ജനത ഹൃദയത്തിൽ LDFിനെ സ്വീകരിക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷയാണ്. കേരളത്തിൽ
ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും. LDF ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും. ചേർത്തലയിലെ വികസന പ്രവർത്തനങ്ങൾ എത്രമാത്രം ഫലവത്തായിട്ടുണ്ട്? ചേർത്തലയുടെ ജനപ്രതിനിധിയായി ഞാൻ എത്തുമ്പോൾ അതിൻ്റെ ആദ്യ നാളുകൾ എൻ്റെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത നാളുകളാണ്. കടൽക്ഷോഭം, കടൽ കയറ്റം, കടൽ തീരത്ത് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം നമ്മൾ വാർത്തകളിൽ മാത്രം മറ്റുള്ളവർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കടപ്പുറത്തെ ജനങ്ങൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്നത് ആ ദിവസങ്ങളിൽ പൂർണ്ണമായി നേരിട്ട് നിന്ന് അനുഭവിച്ച ഒരാളാണ് ഞാൻ. കടൽ കലിതുള്ളുന്നത് അല്ലെങ്കിൽ കടൽക്ഷോഭം അതൊക്കെ എങ്ങനെ ഒരു കുടുംബത്തെ ബാധിക്കുന്നു, ഉണ്ടാക്കി വച്ചിരിക്കുന്ന മനോഹരമായ വീടുകൾ പോലും തകർന്നു പോകുന്നത് കരളു പറയുന്ന നൊമ്പരത്തോടെ കണ്ടു നിന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്ന് അന്നേ മനസ്സിൽ തീരുമാനിച്ചതാണ്. അവിടെ എത്ര പേർ LDF എന്നോ എത്ര പേർ UDF എന്നോ എത്ര പേർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും നോക്കിയിട്ടല്ല അത്തരമൊരു കാര്യത്തിലേക്ക് എത്തിയത്. ആ നാടിൻ്റെ ജനതയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ജനപ്രതിനിധി എന്ന തരത്തിൽ എനിക്കുമുണ്ട് എന്ന് ഞാൻ അവിടെ വെച്ച് തന്നെ തീരുമാനിച്ച് ഉറപ്പിക്കുകയായിരുന്നു. ഒരു വീടെങ്കിലും സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ കല്ല് കിട്ടുമോ എന്ന് നോക്കുമ്പോൾ ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ. ഔദ്യോഗികമായി ഒരു ചുമതലയിലേക്കും എത്തിയിട്ടില്ല. MLA എന്നുള്ള സത്യപ്രതിജ്ഞ പോലും നടന്നിട്ടില്ല. എങ്കിലും വിളിക്കാവുന്ന എല്ലാവരെയും വിളിച്ചു. മറ്റ് ജില്ലകളിൽ നിന്നായി കുറേ കല്ല് കൊണ്ടുവന്ന് അവിടെ ഇടാൻ നോക്കി. കേരളത്തിൽ ആ സമയത്ത് കല്ല് കിട്ടിയ ഒരേ ഒരു മണ്ഡലം ഈ ചേർത്തല മണ്ഡലം മാത്രമായിരുന്നു. അങ്ങനെ നടക്കുമെന്ന് തന്നെ എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ എന്നാൽ ചില ഉദ്യോഗസ്ഥരുടെ എല്ലാം സഹായമുണ്ടായി. ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. MLA ആയി സത്യപ്രതിജ്ഞ ഇട്ട് പോലുമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഫലപ്രഖ്യാപനം വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു നടപടികളും ആയിട്ടില്ല, ആലോചിച്ചിട്ടും ഇല്ല. എന്താവും എങ്ങനെയാവും എന്നൊന്നും ആർക്കും ധാരണയില്ല. ആ അവസരത്തിലാണ് നമ്മൾ ഈ തീരത്തിൻ്റെ സംരക്ഷണത്തിനായി ഒരിടപെടൽ നടത്തിയത്. അങ്ങനെ 1-2 ലോറി കല്ല് കൊണ്ടുവന്ന് ഒരു വീടോ 2 വീടോ താൽക്കാലിക ആശ്വാസം പോലെ സംരക്ഷിച്ചാൽ പോരാ എന്നും ഒരു വലിയ പദ്ധതി നടപ്പിലാക്കണമെന്നും ആലോചിച്ച് അതിൻ്റെ പിന്നാലെ നീങ്ങിയിട്ടാണ് ഇപ്പോൾ 24 കോടിയോളം രൂപ മുതൽ മുടക്കി ആധുനിക രീതിയിലുള്ള ടെട്രാപോഡുകൾ നിരത്തി ഒറ്റമശ്ശേരിയുടെ തീരത്തിൻ്റെ സംരക്ഷണം ഉറപ്പാവുന്നത്. അത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്, തീരത്തെ ജനങ്ങളും കാണുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ ചേർത്തല താലൂക്ക് ആശുപത്രി തന്നെയാണ്. താലൂക്ക് ആശുപത്രി ഒരു ധാരണയെല്ലാം ഉണ്ടായിരുന്നല്ലാതെ പണം പോലും അന്ന് അനുവദിച്ചിരുന്നില്ല. അതിൻ്റെ പൂർണ്ണമായ പണം അനുവദിപ്പിച്ച് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് എത്തിക്കാനായി അതിന് പൂർണ്ണ സജ്ജമാവുന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടമായി നമുക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഇടപെട്ടു. PSC ടെസ്റ്റ് മുഖാന്തരമല്ല ഞാൻ മന്ത്രിയായത്, ക്യാമ്പസ് സെലക്ഷൻ്റെ അടിസ്ഥാനത്തിലുമല്ല ഞാൻ മന്ത്രിയായത്. എന്നെ മന്ത്രിയാക്കിയത് MLA ആക്കിയത് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്, വിജയിപ്പിച്ചതുകൊണ്ട് മാത്രമാണ്. വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരോടും ഈ പദവികളിലേക്കെല്ലാം എത്തിച്ചവരോട് അങ്ങേയറ്റത്തെ കടപ്പാടും ബാധ്യതയും ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഞാൻ പരിശ്രമിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ നാട്ടുകാർ അല്ലെങ്കിൽ കരപ്പുറത്തിൻ്റെ ആളുകൾ അത്രമേൽ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ഈ 5 കൊല്ലവും ഔദ്യോഗിക കാര്യങ്ങൾക്കായി തിരുവനന്തപുരത്തേക്കോ മറ്റോ പോയിട്ടുള്ളത് ഒഴിച്ചാൽ പൂർണ്ണമായും ഞാൻ ചേർത്തല തന്നെയായിരുന്നു. ഇവിടെ തന്നെയാണ് താമസിച്ചത്. അന്തി ഉറങ്ങാൻ വേറെ ഒരിടത്തേക്കും ഞാൻ പോയിട്ടില്ല. സ്വന്തമായി ഉണ്ടായിരുന്നൊരു വീട് തന്നെ ഏതാണ്ട് ബുദ്ധിമുട്ടിലേക്ക് എത്തുന്ന തരത്തിലേക്ക് എത്തി. അങ്ങോട്ടേക്ക് പോകാനേ കഴിയുന്നില്ല, ആ അവസ്ഥയിലേക്ക് എത്തി. ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കരപ്പുറത്തുകാരൻ തന്നെയായി എനിക്ക് നിൽക്കാൻ ഇപ്പോൾ കഴിയുന്നത്. അതൊരു ചെറിയ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത്രമേൽ ജനങ്ങൾ സ്നേഹം നൽകി എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്.